ഏഷ്, ഞങ്ങളെ ചെക്കൻ ഇന്ന് ബൂം ബൂം ബൂംറ എത്തുന്നു. ഇത് അതോടുകൂടി ഞങ്ങളുടെ ടീമിന്റെ സ്വഭാവം തന്നെ മാറും. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യനല്ലേ? ഹാർദിക് പാണ്ഡ്യന്റെ അല്ല, മൂപ്പർക്ക് തന്നെ എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് വരിക. കാരണം ബൂംറ വന്നതോടുകൂടി ആ ബൗളിങ്ങിന്റെ ടെൻഷനേ ഇല്ല. എന്താണ് ഡബിൾ എഫക്റ്റ് മൂപ്പരുടെ ആ ഒരു എന്താണ് നമ്മൾ ഓവറാന്ന് അറിയില്ല, അതോടുകൂടി മൊത്തം മാറും. കഴിഞ്ഞ ബൂംറ ഉണ്ടായിരുന്നില്ലേ പാണ്ഡ്യ ക്യാപ്റ്റനും, എന്നിട്ട് ഉസാറായി നല്ല കളി. അത് നോക്കണ്ട, അല്ല ബൂംറക്ക് ഇപ്പൊ ഓപ്പണിംഗ് ഓവർ കൊടുക്കോ? ബൂംറക്ക് ഞങ്ങള് പക്ഷെ ഞങ്ങള് അങ്ങനെ നല്ല തന്ത്രത്തിലാണ് ഞങ്ങള് ബോൾ ചെയ്യുന്നത്, ഉപയോഗിക്കാൻ നിൽക്കണം. ഒരു തന്ത്രമില്ല. ഹാർദിക് പാണ്ഡ്യന് തന്ത്രങ്ങളല്ലേ, നമുക്കറിയാം. കഴിഞ്ഞ കളിയിലൊക്കെ നന്നായിട്ട് മൂപ്പര് മാനേജ് ചെയ്ത് കളി തോറ്റു മൂപ്പര് ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒക്കെ. എത്ര കളി ഇപ്പൊ ജയിച്ചു മൂപ്പര് ക്യാപ്റ്റനായിട്ട് ഈ കൊല്ലം? ഒറ്റ കളി, ബാക്കിയൊക്കെ പൊട്ടലോട് പൊട്ടല്. അത് ഞങ്ങൾക്ക് ബുംറ ഇല്ലാത്തോണ്ടേനോ, ബുംറ വരും എല്ലാം ശരിയാവും. അതാണ് ഞങ്ങളിപ്പോ അതാണ് ഇന്ന് നിങ്ങൾ തോറ്റങ്ങളെ പിന്നെ എടുക്കാനില്ല, കാരണം നിങ്ങളെ ഫുൾ ടീം എന്ന് പറഞ്ഞാണ്ട് വരണേ. ഇന്നിപ്പോ ഹിറ്റ്മാൻ ഇറക്കോ? കഴിഞ്ഞ കളിയിൽ കാലിന്റെ മുട്ടിന് പരിക്കാന്ന് പറഞ്ഞാണ്ട് ആൾക്കാരെ പറ്റിച്ച് ഫോം ഔട്ട് ആയിട്ട് ഒഴിവാക്കിയാൽ എല്ലാവർക്കും അറിയാം. ഇറങ്ങും ചെയ്യും, നല്ല അടിക്കും ചെയ്യും. അത് ബുംറൊക്കെ വന്നതിന്റെ ആ ഒരു കോൺഫിഡൻസ് മൊത്തത്തിൽ നമ്മൾ നിങ്ങളെ കഴിഞ്ഞ കളി കണ്ട്, മറ്റേ തിലക് വർമ്മനെ മാറ്റിയപ്പോ നിങ്ങളെ കോൺഫിഡൻസ് കണ്ട്. അതിപ്പോ കഴിഞ്ഞ കളിയിൽ പാളിച്ചണേ, അത് നോക്കണ്ട. കഴിഞ്ഞ കളി മാത്രമല്ല, തിലക് വർമ്മ എല്ലാ കളിയിലും നല്ല കളി. കഴിഞ്ഞ കളിയില് ടച്ച് വിട്ടപ്പോ ഈ കൊല്ലം മൊത്തം മൂപ്പർ സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര അത് കഴിഞ്ഞ് ഇനി എടുക്കണ്ട. അതിപ്പോ ഞങ്ങള് നിങ്ങളെ കാര്യം മോശം. ഞങ്ങൾ കിങ് ഫോമിലാണ്. നോക്കണ്ട, ഹിൽസാൾട്ട് ഫോമിലാണ്. കഴിഞ്ഞ കളി ഒരു കളി കൊണ്ടല്ല, ഒറ്റ കളി നോക്കണ്ട. നിങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു കളി നോക്കണ്ട. അതായത് വാങ്കടയിൽ നിങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞാൽ വാക്കുകൾ തോറ്റിക്കണം. ഞങ്ങൾ നേരെ തിരിച്ചാണ്. കോലും കൂടി ഒരു തുടക്കം തുടങ്ങിയിട്ട് പട്ടിദാർ ഇങ്ങോട്ട് വന്നിട്ട് പഠിക്കൽ അങ്ങോട്ട് അടിച്ചിട്ട് ആകെ അങ്ങോട്ട് അടിച്ച് നേരെ ഇവരൊക്കെ ടെസ്റ്റോ, ഇവരെ പോലെ കളിക്കാൻ ഫിൽസാൾട്ടൊക്കെ ടെസ്റ്റ് പ്ലേയേഴ്സോ? വരും കളിയല്ലേ, എല്ലാ കളിയിലും നന്നായി അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കളി ഒഴികെ ബാക്കി എല്ലാത്തിലും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു ഇറക്കിയിട്ടുണ്ട്. അത് ശരി, അതൊക്കെ ടെസ്റ്റ് ആണ്. നിങ്ങളെ ഇവരൊക്കെ ഇതെത്താ പറയേണ്ടത്? മറ്റേ ആര് ഞങ്ങൾ കിങ്ങന്റെ കുഴപ്പം നല്ല ഉസാർ കളിയാണല്ലോ. ഉസാർ കളി തന്നെയാണ്. ആ ഒരു കളിയിൽ ഒരു 10 റൺ അടിച്ചപ്പോ ഒന്ന് സ്ലോ ആയി പോയി. അതിന് മുമ്പത്തെ കളിയിൽ മൂപ്പർ അടിച്ചിരിക്കണം. പിന്നെ കഴിഞ്ഞ കളി പിന്നെ എല്ലാവരും മോശമായപ്പോ മൂപ്പർ മോശം. അല്ല, അത്ര തന്നെ ഉള്ളൂ. ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കണ 3ാം സ്ഥാനത്താണ്. നിങ്ങൾ ടീം നിന്നാലും തിരിച്ചു വരാന് ചരിത്രമുള്ള ടീമാണ്. തിരിച്ചു വരവിന്റെ ഉസ്താദ്മാരാണ്. തിരിച്ചു വരും. ഇപ്പൊ കഴിഞ്ഞ കളി ഗുജറാത്ത് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് പരിക്കൊന്നില്ല. തിരിച്ചു വരാനല്ലോ ഞങ്ങള് ഫസ്റ്റ് കളികളിലും ഞങ്ങള് വിജയിച്ച് തിരിച്ചു വരും. നിങ്ങൾ ഒരു വിജയിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക ഒരു കോൺഫിഡൻസ് ഉണ്ട്. എപ്പോഴൊക്കെ പോയിട്ട് എല്ലാവരും ഒറ്റങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളവിടെ പോയി തോറ്റു വന്നേക്കാം. ഇന്ന് ഞങ്ങളെ നാട്ടിലാണ് ഞങ്ങൾ ജയിക്കും. നാടിന്റെ കഥ ഒന്നും പറയണ്ട. ഞങ്ങളെ ആൾക്കാർ ഞങ്ങളെ നാട്ടിൽ അത് നോക്കണ്ട. ഞങ്ങളെ നാട്ടിൽ തോൽക്കലുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളെ നാട്ടിൽ വലിയ ഉസാറൊന്നും ഈ കളിയിൽ ഉണ്ടാവൂല. ഞങ്ങൾ ഒഴിവാക്കിയ ടിം ഡേവിഡ് എജ്ജാതി കളിയാണ് കളിച്ചത്. എജ്ജാതി കളിയാണ് കളിച്ചത്. അതിപ്പോ നിങ്ങൾക്ക് ഇല്ല. എന്നിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കളിക്ക് ഫിനിഷ് ചെയ്യാൻ ആളില്ലല്ലോ. ടിം ഡേവിഡിനൊക്കെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് ആരാണ് സാനർ അല്ലേ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ആകെ ഒരു സൂപ്പർ എനർജി എന്ന് പറഞ്ഞ ബുംറ വരുന്നതാണ്. ഞങ്ങൾ മൊത്തത്തില് ബുംറ 20 ഓവറൊന്നും അറിയില്ലല്ലോ, 4 ഓവറിൽ അതന്നെ മതി. മൂപ്പരുടെ ആ തീ പന്തുകൾ എന്തെങ്കിലും ചെയ്യാം. ബാക്കിയുള്ളവർക്ക് കൊടുത്തുവിടും. ഫസ്റ്റത്തെ 2 ഓവർ കഴിഞ്ഞാൽ ബാക്കിത്തെ ഓവറുകളൊക്കെ എല്ലാം കിട്ടും. 2 ഓവർ അപ്പൊ 6 ഓവറായില്ലേ. ബാക്കി 14 ഓവറിൽ ഞങ്ങളെ കിങ്ങും സാൾട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 200 റൺ വരും. നിങ്ങളെ കാര്യത്തില് സാനർ എല്ലാവർക്കും തല്ല, എല്ലാരും തല്ല. അത്ര സാനർ ഇപ്പൊ കഴിഞ്ഞ 40 റൺ കൊടുത്തു. സാനർ ഒന്നും പോരാ, അതിനൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നിങ്ങളെ കാര്യത്തില്
നിങ്ങൾ തിലക് വർമ്മനെ കൊണ്ടൊന്നും കഴിച്ചില്ല നിങ്ങൾക്ക് അറിയപ്പോ. അതൊന്നുമില്ല. പിന്നെ മറ്റാള് കളിയിൽ മാത്രമുള്ള പ്രശ്നം. മറ്റാള് പിന്നെ ഇങ്ങനെ വന്നുകാണ്ട് പിച്ച് എങ്ങനെ നോക്കാൻ വേണ്ടിട്ട് ഒരാള് ഏത് നമ്മളിഞ്ഞ് പേര് പറഞ്ഞാണ്ട് ഇവിടെ നീ കുട്ടിയാക്കി ഒരു കച്ചറ ഉണ്ടാവണ്ട വെച്ചിട്ട് ഞാൻ പറയാ പിച്ച് നോക്കാൻ ഒരാള് അവസാനം വന്ന് പിച്ച് നോക്കാൻ ബോൾ നോക്കി കേറി പോകാൻ ഒരാള്. ഇന്ന് നിങ്ങൾ ബോൾ നോക്കി ഗാലറി പോണ്ടേ 6 അടിച്ചിട്ട് ആകെ നമുക്ക് കാണാം.